സ്റ്റീഫൻ ജോണിനെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇതുപോലെ തന്നെ ഒരു കസേരയിൽ ബന്ധനാവസ്ഥയിൽ ശിവരാമൻ ഇരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ നേർക്ക് അടിവച്ചടിവച്ച് വരുന്ന യജമാനെ ഉൾക്കിടിലത്തോടെ നോക്കിയിരുന്നു ശിവരാമൻ. എത്ര ലക്ഷം വേണമെങ്കിലും ചോദിച്ചാൽ കൈവെള്ളയിൽ വച്ചു തരുമായിരുന്നല്ലോ ഞാൻ. ഇത്തരം നെറുകേട് കാണിക്കണമായിരുന്നോ നായെ? നെഞ്ചിനേറ്റ ഒരൊറ്റ ചവിട്ടിന് അയാൾ കസേരയോടെ മറിഞ്ഞു വീണു. ജോൺ ശിവരാമൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും അയാൾ കസേരയോട് കൂടി പൊന്തി വന്നു. ജോണിൻ്റെ ഒരു ചവിട്ടിന് തന്നെ ശിവരാമൻ്റെ വായിൽ നിന്നും ചോരയൊഴുകി. 70 വയസ്സോളം പ്രായം വരും ശിവരാമന്. ഹാർട്ട് പേഷ്യൻ്റായ ഭാര്യയും മാനസിക വൈകല്യമുള്ള മകളുമൊത്ത് ഒരു വാടക വീട്ടിലാണ് അയാളുടെ താമസം. ഭാര്യയുടെ ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു തുക വേണമായിരുന്നു, കൂടാതെ മകൾക്കുള്ള ചികിത്സയും. എല്ലാത്തിനും കൂടി ശിവരാമന് കിട്ടുന്ന തുക തികയുമായിരുന്നില്ല. ഓരോ മാസവും ബാക്കി വരുന്ന തുക പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങുമായിരുന്നു അയാൾ. ആ കടം വീട്ടാൻ മറ്റു ചിലരുടെ കയ്യിൽ നിന്നും വാങ്ങും. അങ്ങനെ വാങ്ങി അയാളിപ്പോൾ വലിയൊരു കടബാധ്യതക്കാരനായി. അഭിമാനിയായിരുന്ന അയാൾ ഒരിക്കലും തൻ്റെ കഷ്ടപ്പാടുകൾ ജോണിനെ അറിയിച്ചില്ല. ലക്ഷ്യം നേടാൻ ജോണിൻ്റെ സാമ്രാജ്യത്തിലെ വിശ്വസ്തനെ തൻ്റെ വരുതിയിലാക്കണമെന്നറിവുള്ള പാർത്ഥസാരഥിയാണ് ശിവരാമൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. ഒന്ന് കണ്ണടച്ചാൽ തനിക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണല്ലോ എന്നോർത്തപ്പോൾ പാർത്ഥസാരഥി പറയുന്നത് കേൾക്കാൻ ശിവരാമനും തയ്യാറായി. അതുകൊണ്ട് കടങ്ങൾ വീട്ടാം എന്നതിലുപരി വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് താമസം മാറാം എന്നതായിരുന്നു അയാളെ ആ കൃത്യത്തിന് പ്രേരിപ്പിച്ച ഏക കാരണം. കൊല്ലണം, പകുതി ജീവനാക്കരുത്, എന്നെ ജീവനോടെ പറഞ്ഞേക്കരുത്, ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. വീണ്ടും ചവിട്ടാൻ ജോൺ കാലുയർത്തിയതും ശിവരാമൻ്റെ വാക്കുകൾ കേട്ട് അയാൾ തൻ്റെ ഉയർത്തിയ കാൽ നിലത്തു വച്ചു. എന്തേ, ജീവിക്കാനുള്ള പൂതിയൊക്കെ തീർന്നോ? ഇനിയിപ്പോൾ ആ 10 ലക്ഷം കിട്ടിയല്ലോ അല്ലേ? അല്ലെങ്കിലും താനൊക്കെ ജീവിക്കുന്നത് എന്തിനാ? നന്ദിയില്ലാത്ത വർഗം. ഥൂ. ജോൺ നീട്ടിത്തുപ്പി. സാർ, സ്റ്റീഫൻ പുറകിൽ നിന്നും വിളിച്ചു. ജോൺ സ്റ്റീഫന് നേർക്ക് തിരിഞ്ഞു. ഒന്ന് പുറത്തേക്ക് വരാമോ? ഒരു കാര്യം പറയാനുണ്ട്. അതും പറഞ്ഞ് സ്റ്റീഫൻ പുറത്തേക്ക് നടന്നു. ശിവരാമനെ ഒന്ന് കനപ്പിച്ച് നോക്കിയിട്ട് ജോൺ സ്റ്റീഫൻ്റെ പിന്നാലെ പോയി. മുറ്റത്തേക്ക് ഇറങ്ങിയതും സ്റ്റീഫൻ അറിഞ്ഞ ശിവരാമൻ്റെ കഥകൾ ജോണുമായി പങ്കുവച്ചു. അയാളെ കൊല്ലാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മൃതപ്രാണനായി അയാൾ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. അയാൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. അയാളുടെ കടങ്ങൾ വീട്ടാനും സ്വന്തമായി ഒരു വീടിനുമുള്ള പണം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. ആവശ്യങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. അല്ലാതെ എനിക്ക് ജ്ഞാനദൃഷ്ടിയൊന്നുമില്ലല്ലോ അയാളുടെ അവസ്ഥകളെക്കുറിച്ചറിയാൻ. സത്യത്തിൽ അയാളുടെ സങ്കടങ്ങൾ ആരോടും ഷെയർ ചെയ്യാറില്ല. ഇതിപ്പോൾ പാർത്ഥസാരഥിയും കൂട്ടരും സ്വയം കണ്ടെത്തിയതാണ്. അയാളുടെ ഇല്ലായ്മ വെച്ചാണ് അവർ വിലപേശിയത്. അതിൽ പാവം വീണുപോയി. ശരി, ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? സ്റ്റീഫൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ജോൺ ചോദിച്ചു. അവരുടെ സമ്മർദ്ദമുണ്ടെങ്കിലും അയാൾ ഇതിന് സമ്മതിച്ചത് ഗതികേട് കൊണ്ടാണ്. തീർച്ചയായും അയാളെ സഹായിക്കാൻ തയ്യാറായാൽ അയാൾ സാറിന് ഏറ്റവും വിശ്വസ്തനാകും, ഉറപ്പ്. പറഞ്ഞു കഴിഞ്ഞതും സ്റ്റീഫൻ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ദേഷ്യമില്ലെന്ന് കണ്ടതും അവൻ ആശ്വാസമായി. ഉമ്മറത്തെ സീറ്റിലിരുന്നു കൊണ്ട് ജോൺ ആലോചനയിലാണ്ടു. ശരി, നീ അയാളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക്. നാളെ അയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിൽ ശിവരാമൻ്റെ പങ്ക് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പാർത്ഥസാരഥി ഒരിക്കലും അറിയരുത്. അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കേട്ടതും സ്റ്റീഫൻ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. അല്പസമയത്തിനുള്ളിൽ അയാൾ ശിവരാമനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ആ സീറ്റിലിരുന്നു കൊണ്ട് ജോൺ ചിന്തിച്ചു, ഇനി എങ്ങനെയാണ് കരുക്കൾ നീക്കേണ്ടതെന്ന്. തകർക്കണം ആ 4 പേരെ. അവരിനി പുറം ലോകം കാണരുത്. തൻ്റെയും മാമിയുടെയും ജീവിതം തകർത്തെറിഞ്ഞ ദുഷ്ടന്മാർ. ബാക്കി 2 പേരെ കൂടി ഇവിടെ എത്തിക്കണം. എന്നിട്ട് വേണം എനിക്ക് ശിക്ഷ വിധിക്കാൻ. പുലർച്ചെ 4 മണിക്ക് ആമി തട്ടി ഉണർത്തുമ്പോഴാണ് ആയുഷ് ഉണരുന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരുങ്ങി നിൽക്കുന്ന ആമിയെയും അളകയുമാണ്. ബെഡിൽ ചമ്രം പടഞ്ഞിരുന്ന് കോട്ടുവായിട്ട് കൊണ്ട് ഒന്ന് മൂരി നിവർത്തിയ ആയുഷ്. നിങ്ങൾ രണ്ടും റെഡിയായോ? ഞാനിപ്പോൾ ഫ്രഷായി ഇറങ്ങാം. അതും പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് കണ്ണെഴുതുന്നവളുടെ തലയിൽ കെട്ടുവെച്ച തോർത്തഴിച്ചെടുത്ത് തോളിലിട്ടൊരു മൂളിപ്പാട്ടോടെ ആയുഷ് വാഷ്റൂമിൽ കയറി. കയറിവിച്ച മുഖത്തോടെ അവൻ പോയിടത്തേക്ക് നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് ആമിയെ നോക്കി. എല്ലാം കണ്ട് ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരിയുമായി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി. അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് തന്നെ തിരിഞ്ഞു. ഇടയ്ക്കിടെ കണ്ണാടിയിൽ കാണുന്ന ആമയുടെ പ്രതിബിംബത്തിലേക്ക് അവൾ നോക്കുന്നുണ്ട്.
ആ ചുണ്ടുകളിൽ മനോഹരമായ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടോ? ഉവ്, ആ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞിരിക്കുന്നു. ഈ അച്ചുവേട്ടൻ എന്തിനാപ്പോ എൻ്റെ മുടിയിലെ തോർത്തൊഴിച്ചു കൊണ്ടുപോയതെന്നാ മനസ്സിലാവാത്തെ? വാഷ്റൂമിലല്ലേ ആളുടെ ടർക്കി കിടക്കുന്നത്? ഇതിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? ചോദിച്ചാൽ എന്താ ഞാൻ പറയുക? അളകയുടെ സംശയങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി. എന്നാൽ ആമി അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അമ്മ എന്ത് ചെയ്യുവാണ് എന്ന് കണ്ണാടിയിൽ കൂടി നോക്കി അളക. മേശയ്ക്കരികിൽ പുറംതിരിഞ്ഞു നിന്ന് അമ്മ കാര്യമായെന്തോ പണിയിലാണല്ലോ എന്ന് ചിന്തിച്ചതും അളക പതിയെ അവരുടെ നേർക്ക് നടന്നു. ഒരു കവറിൽ നിന്നും ക്യാപ്സ്യൂളിൻ്റെ ഷീറ്റ് എടുത്ത് അതിൽ നിന്നും കുറേ ക്യാപ്സ്യൂളുകൾ അടർത്തിയെടുത്ത് മറ്റൊരു കുപ്പിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഇതെന്താ ഈ കാണിക്കുന്നത്? ആ കുപ്പിയിലാണെങ്കിൽ ഒത്തിരി ക്യാപ്സ്യൂളുകൾ ഉണ്ട് താനും. ഇതെന്താ അമ്മയെ കാണിക്കുന്നേ? പിന്നിൽ നിന്നും പെട്ടെന്ന് അളകയുടെ സ്വരം കേട്ടതും കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ ആമി ഒന്ന് ഞെട്ടി. പരിഭ്രമം മൂലം ആമിയുടെ കൈ വിറച്ചു. അവർ വേഗം അതെല്ലാം വാരി കവറിലിട്ട് ബാഗിൽ വച്ച് സിബ് വലിച്ചിട്ടു. അല്ലേ, ഇതാരോടും പറയരുത്, പ്രത്യേകിച്ചും അച്ചുവിനോട്. എനിക്ക് മരുന്ന് കഴിക്കാൻ മാത്രം അസുഖമൊന്നുമില്ല. അന്ന് കുഞ്ഞ് മരിച്ചതറിഞ്ഞ ഷോക്കിൽ എൻ്റെ മനസ്സൊന്ന് കൈവിട്ടു പോയി എന്നുള്ളത് സത്യ. മരുന്ന് കൊണ്ടൊന്നുമല്ല ഞാൻ എൻ്റെ മനസ്സിനെ തിരിച്ചു പിടിച്ചത്, ആത്മസംയമനം കൊണ്ടാ. അന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലെത്താൻ എനിക്കൊപ്പം എൻ്റെ മനസ്സും എന്നോടൊപ്പം വേണമായിരുന്നു. എനിക്ക് അസുഖമൊന്നുമില്ലെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി അന്നു മുതൽ മാനസിക രോഗത്തിനുള്ള മരുന്ന് സ്വയം അങ്ങ് നിർത്തി. എവിടെയും കളയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ കുപ്പിയിലാക്കി ഷെൽഫിൽ സൂക്ഷിക്കും. അവിടെയൊന്നും ആരുടെയും ശ്രദ്ധ എത്തില്ല. എത്ര വർഷമായി അമ്മ മെഡിസിൻ നിർത്തിയിട്ട്? ഞാൻ 1 വർഷം തികച്ച് മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സമയത്തെ ഞാൻ ദേത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാ എനിക്ക് അസുഖമൊന്നുമില്ല, ഇനി മരുന്ന് കഴിക്കില്ലെന്നൊക്കെ. അന്നേരം എന്നെ ബലമായി പിടിച്ച് വായിലേക്കിട്ട് വെള്ളം ഒഴിച്ചു തരും. അങ്ങനെ ആവുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് ഞാൻ ഏട്ടനെ കൊണ്ട് ഗുളിക വായിലേക്കിടാൻ അനുവദിക്കാറില്ല. ഏട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ വായിലേക്കിടും. വെള്ളം മാത്രം കുടിച്ച് ഗുളിക ഞാൻ പല്ലിൻ്റെ ഇടയിൽ ഒളിപ്പിക്കും. ഏട്ടൻ പോയാൽ ഉടനെ ഞാനത് വായിൽ നിന്നും എടുത്ത് കുപ്പിയിലാക്കി വയ്ക്കും. അളക ചിരിച്ചുപോയി. പിന്നീട് ഇതുവരെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ലല്ലോ? ഇല്ല. എന്നാൽ പിന്നെ കഴിക്കണ്ട. വെറുതെ ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത് എന്തിനാ? അമ്മ പേടിക്കണ്ട കേട്ടോ, ഞാനിത് ആരോടും പറയില്ല. അളക തിരിച്ചുപോയി മുടി കെട്ടുന്നതിൽ വ്യാപൃതയായി. 5:30 മുന്നേ അവർ മുറിയൊഴിഞ്ഞു. 2 റൂമിൻ്റെയും വാടക കൊടുത്തതിന് ശേഷം അവർ കാറിൽ തിരിച്ച് യാത്ര തുടങ്ങി. 8 മണി കഴിഞ്ഞ ഉടനെ തന്നെ ആയുഷിൻ്റെ കാർ വലിയ മംഗലം തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. 9 മണിക്ക് ഞാൻ ഇറങ്ങും. അപ്പോഴേക്കും ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊള്ളണം. കാറിൽ നിന്നും ഇറങ്ങുന്ന അളകയോട് അല്പം കാർക്കശ്യത്തോടെ തന്നെ ആയുഷ് പറഞ്ഞു. ഇന്നിതിനെ കൊണ്ടുപോകണോ അച്ചു? നാളെ പോരെ? ആമിയുടെ ചോദ്യം കേട്ടതും അവൻ അളകയുടെ നേർക്ക് നോക്കി. ഇന്ന് കമ്പനിയിൽ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് മുന്നേ തീരുമാനിച്ചതാ, മാറ്റാൻ പറ്റില്ല. അപ്പോഴാണ് അളകയുടെ മനസ്സിലേക്ക് അലക്സ് ചെറിയാനുമായുള്ള സംസാരം ഓർമ്മയിൽ വന്നത്. അന്നയാൾക്ക് വാക്ക് കൊടുത്തിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയുമെന്ന്. ഇന്നെന്തായിരിക്കും അച്ചുകെട്ടൻ മീറ്റിങ്ങിൽ പറയാൻ പോകുന്നത്? ആലോചിക്കുന്നതോറും അളകയ്ക്ക് ആദ്യ കയറി തുടങ്ങി. നീ ഇവിടെ തന്നെ നിൽക്കുക, അകത്തേക്ക് കയറുന്നില്ലേ? ആലോചിച്ച് നിൽക്കുന്ന അളകയുടെ പുറത്തു തട്ടി ആയുഷ് ചോദിച്ചു. അതോടെ വേഗമെടുത്ത ആയുഷിന് പിന്നാലെ അളക അകത്തേക്ക് കയറി. ആമി അവരുടെ റൂമിലേക്കും അളക മുത്തശ്ശിയുടെ റൂമിലേക്കും പോയി. ജനലഴികളിൽ മുഖം ചേർത്ത് വെച്ച് പൂജ അവർ വരുന്നതും നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. പാവം ചിറ്റ ഇത്രയും കാലം ചതിക്കപ്പെടുകയായിരുന്നു എന്നറിയുന്ന നിമിഷം എന്താകും അവരുടെ അവസ്ഥ? അതും അവരുടെ സ്നേഹം പൊതിയുന്ന സഹോദരൻ തന്നെയാകുമ്പോൾ. ഇതൊക്കെ ഞാൻ ആരോടാണ് പറയേണ്ടത്? ചിറ്റയോടോ അതോ അച്ചുവേട്ടനോടോ? എന്തു ചെയ്യണമെന്നൊരു രൂപവുമില്ലാതെ തളർന്നതുപോലെ അവൾ ബെഡിലേക്ക് വീണു. കുറച്ചു നേരം കിടന്നതിന് ശേഷം പൂജ പതിയെ താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആയുഷും അളകയും ഓഫീസിൽ പോയിരുന്നു. പൂജ ഇന്ദിരയെ അന്വേഷിച്ച് കിച്ചണിലേക്ക് ചെന്നു. അവിടെ അവർ ഇല്ലെന്ന് കണ്ടതും അവരുടെ റൂമിൽ പോയി നോക്കി. റൂമിൽ കാലത്തെ ഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമത്തിലായിരുന്നു ഇന്ദിര. അവൾ പതിയെ ആമിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ആയുഷും അളകയും ഓഫീസിലെത്തുമ്പോൾ 9:20 കഴിഞ്ഞു. ഓഫീസിൽ വിളിച്ച് ഇന്നലെ മീറ്റിങ്ങിനെ കുറിച്ച് എല്ലാം ആയുഷ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് ഹാളിൽ എല്ലാം റെഡിയാക്കിയിരുന്നു. 10 മണിക്ക് ആയുഷും അളകയും മീറ്റിംഗ് ഹാളിൽ എത്തുമ്പോൾ അവിടെ ആ ഓഫീസിലെ എല്ലാവരും ഹാജരായിരുന്നു. ഗുഡ് മോർണിംഗ്, ആയുഷ് എല്ലാവരെയും നോക്കി പറഞ്ഞു. അതോടെ മറ്റുള്ളവരും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ പ്രധാനമായും ഒരു വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് നിങ്ങളോടിവിടെ കൂടാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ PA ആയ അളകനന്ദയെ അറിയാമല്ലേ?
എന്നാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത അളകനന്ദയെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. എൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ രണ്ടായിട്ടാണ് ഭാഗം വച്ചിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനായ കൃഷ്ണവേദൻ്റെ മകനായ എനിക്കും, രണ്ടാമത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ മകൾ വേദാത്മകയുടെ മകളായ അളകനന്ദയുടെ പേരിലും. ആയുഷ് ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ആ അളകനന്ദയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ അളകനന്ദ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കും? ആയുഷിൻ്റെ പൂച്ചക്കണ്ണുകൾ അവരുടെ എല്ലാം മുഖത്തുകൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. അവരുടെ എല്ലാം മിഴികളിൽ നിറഞ്ഞു നിന്നത് അവിശ്വസനീയതയായിരുന്നു. ആയുഷിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെളിപ്പെടുത്തലുകൾക്കായി അവരെല്ലാം കാതോർത്തു.